ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിഷ് ഉണ്ടാക്കിയത് നൂറയാട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ റെസിപ്പീസൊക്കെ വെച്ച് തന്നെ അവളങ്ങ് തുടങ്ങട്ടെ. ഓംലെറ്റ് ആണ്, കോക്കനട്ട് ഓംലെറ്റ് ആണ്. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്, വെറൈറ്റി റെസിപ്പിയും ആണ്. അപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഭയങ്കര കുറവാണ് കേട്ടോ ക്യാമറൻ്റെ മുന്നിലെല്ലാം വന്ന് വോയിസൊക്കെ ഇടാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് പകരം ഞാൻ തന്നെയാണ് വോയിസൊക്കെ ചെയ്യുന്നത്. എന്തൊക്കെയാണ് എടുത്തതെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവാളൻ്റെ കാമുറിയോളം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയില കരിയാപ്പില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു റെസിപ്പിയിൽ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങ അതൊരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ചുവന്ന മുളക്, ഇത് ചുവന്ന മുളകല്ല പഴുത്തിട്ടുള്ള മുളകാണ് കേട്ടോ, പച്ചമുളക് അതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാപ്സിക്കം, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഓംലെറ്റിന് വേണ്ടുന്നത് മുട്ട, പിന്നെ കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കണം. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 2 മുട്ട ഉടച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് കൂടി പോകണ്ട, കാരണം ഓംലെറ്റിൽ പ്രത്യേകിച്ചും ഉപ്പ് കൂടിപ്പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ ഒരു സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ യൂസ് ചെയ്തിട്ടൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മുട്ട പോരാൻ തോന്നിയതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നുകൂടെ അങ്ങ് ഉടച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ആ വിസ്ക് യൂസ് ചെയ്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളയും മഞ്ഞയും ആ ഉപ്പും ഒക്കെ നന്നായിട്ടൊന്നങ്ങ് മിക്സായി കിട്ടിയാൽ മതി. പിന്നെ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ആ തേങ്ങയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഉമ്മ ഇത് പണ്ടേ ഉണ്ടാക്കി തരുന്ന ഒരു ഓംലെറ്റ് ആണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ആ തേങ്ങയും കൂടെ വരുമ്പം ഓംലെറ്റിന് വേറൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് സ്പൈസി ആയിരിക്കണം. അതിന് റെഡ് ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ചൊരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതിയാവും, നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഇല്ലാത്ത ആൾക്കാർ അത് ചെയ്യണമെന്നില്ല, ബാക്കിയുള്ളതൊക്കെ വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പം പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ എഗ്ഗിൻ്റെ മിക്സ്ചർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ പാനിൽ മുഴുവനായി ഒന്നങ്ങ് നിരത്തി വെച്ച് കൊടുക്കണം. പിന്നെ ഓയിലിന് പകരം ബട്ടറോ ഗീയോ ഒക്കെ ചേർത്ത് കൊടുക്കുക, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ആ ഒരു എഗ്ഗിൻ്റെ മിക്സ്ചർ പാനിലെല്ലാം സൈഡിലേക്കും അങ്ങനെ അങ്ങ് നിരത്തി വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം. ഒന്ന് ആറി വന്നിട്ട് ആ മുട്ടയൊക്കെ ഒന്ന് ആറി വരണം, ഒന്ന് വെന്ത് വരണമല്ലോ, അതിനായിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം. പിന്നെ മുകളിൽ കുറച്ചൊരു സ്പൈസി ടേസ്റ്റിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം മൂടി തുറന്നിട്ട് ഓംലെറ്റൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതെന്തായാലും അവൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഉമ്മ അങ്ങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതും വെച്ചിട്ടും ചെയ്യാം കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇനി ഇതിപ്പം ചൂടോടുകൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചീസിൻ്റെ ഇത് കാണാം. അപ്പോൾ ഇത് ക്യാമറയും ഫോട്ടോ എടുക്കലും ഒക്കെ ആയപ്പം അതിൻ്റെ ചൂടൊക്കെ അങ്ങ് തണുത്തുപോയി. അപ്പോൾ അത് കട്ട് ചെയ്തപ്പോൾ ശരിക്കും കാണാനൊന്നും പറ്റിയില്ല. പക്ഷേ ആ ഒരു ചീസിൻ്റെ ടേസ്റ്റ്, തേങ്ങൻ്റെ ടേസ്റ്റൊക്കെ അടിപൊളിയാണ്. ചപ്പാത്തീൻ്റെ കൂടെയോ അല്ലെങ്കിൽ പൂരി റൊട്ടീൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. അല്ലാണ്ട് ഇത് വെറുതെ ഇങ്ങനെ ഒന്ന് ചായൻ്റെ കൂടെ ഒന്ന് കടിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ ഓംലെറ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ആരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് കണ്ടിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക, വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.